ചാലിയാർ പുഴ കരകവിഞ്ഞതോടെ മുണ്ടേരി വനത്തിൽ ഒറ്റപ്പെട്ട ഇരുട്ടുകുത്തിയിലെ പനി ബാധിച്ച കുട്ടികളെ ആശുപത്രിയിലെത്തിക്കാൻ അഗ്നിരക്ഷാസേന ഡിങ്കി ബോട്ടിൽ സാഹസികമായി ചാലിയാർ പുഴയുടെ മറുകരയെത്തിച്ചു. അനൂപിന്റെ കൈകുഞ്ഞിനും വിപിൻദാസിന്റെ 1.5 വയസ്സുള്ള കുട്ടിക്കുമാണ് പനി ബാധിച്ചത്. മഴ കനക്കുന്നതിന് മുൻപ് വരെ ചങ്ങാടത്തിലായിരുന്നു ഇവർ ചാലിയാർ കടന്നിരുന്നത്. ശക്തമായ മഴയിൽ ചാലിയാർ നിറഞ്ഞൊഴുകിയതോടെ ഇരുട്ടുകുത്തിക്കാർ മറുകര കടക്കാൻ കഴിയാതെ ഒറ്റപ്പെടുകയായിരുന്നു. ഇതോടെയാണ് പഞ്ചായത്ത് അംഗം തങ്കകൃഷ്ണ മുഖേന രക്ഷാസേനയുടെ സഹായം തേടിയത്. അഗ്നിരക്ഷാസേന നിലമ്പൂർ സ്റ്റേഷൻ മാസ്റ്റർ KP ബാബുരാജിന്റെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് കുത്തിയൊഴുകുന്ന ചാലിയാറിന് കുറുകെ ഡിങ്കി ബോട്ടിറക്കി കുട്ടികളെ സുരക്ഷിതമായി ചാലിയാർ കടത്തി ആശുപത്രിയിലെത്തിച്ചത്. പോത്തുകൽ ഹോമിയോ ഡിസ്പെൻസറിയിലെത്തിച്ചാണ് കുട്ടികൾക്ക് ചികിത്സ നൽകിയത്. വിപിൻദാസിന്റെ കുട്ടിയെ പിന്നീട് തിരിച്ച് ഡിങ്കി ബോട്ടിൽ ഇരുട്ടുകുത്തിയിലെത്തിച്ചു. അനൂപിന്റെ കുഞ്ഞിന് ഇനിയും ചികിത്സ വേണ്ടിവന്നതിനാൽ മുണ്ടേരി വിത്ത് കൃഷി തോട്ടത്തിൽ തണ്ടൻകല്ലിലെ കുടുംബങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാക്കിയിരിക്കുകയാണ്. ചാലിയാറിനക്കരെ മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, കുമ്പളപ്പാറ, തരിപ്പപ്പുട്ടി എന്നിവിടങ്ങളിലെ 130 കുടുംബങ്ങളിലെ 620 പേരാണ് 5 വർഷമായി ദുരിത ജീവിതം നയിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2019 പ്രളയത്തിൽ ഇരുട്ടുകുത്തിയിലെ പാലവും വീടുകളും തകർന്ന ഇവർ ഉൾക്കാട്ടിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ കുടിലുകളിലാണ് കഴിയുന്നത്. ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.